വാർത്തകളിലേക്ക് വീണ്ടും. കൊട്ടാരക്കര പുലമൺ കോട്ടപ്പുറത്ത് KSRTC ബസിന്റെ പിൻഭാഗത്തെ 4 ടയറുകളും ആക്സിലും ഊരിത്തെറിച്ചു. ബസിന്റെ പിൻഭാഗത്ത് കാർ ഇടിച്ചതിനെ തുടർന്നായിരുന്നു അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, നടക്കുന്ന ദൃശ്യങ്ങളാണത്. വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. എന്താണ് സംഭവിച്ചത്? ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് അരുൺരാജ്? റിജിത്ത്, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. എന്തായാലും ഈ KSRTC ബസ് കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂരിലേക്ക് പോവുകയായിരുന്നു. ഈ പുനലൂരിൽ നിന്ന് വന്ന ഈ സ്കോർപിയോ വാഹനമാണ് ഈ KSRTC ബസിന്റെ പിൻഭാഗത്തിടിക്കുന്നത്. ഡ്രൈവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കാർ അമിത വേഗതയിൽ എത്തി എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ ഈ കാർ വരുന്നത് കണ്ടുകൊണ്ട് KSRTC ഡ്രൈവർ ഈ വാഹനം നിർത്തുകയായിരുന്നു റോഡിൽ. ഈ ബസിന്റെ പിൻഭാഗത്താണ് കാർ വന്ന് ഇടിക്കുന്നത്. പക്ഷേ ഈ ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ ആക്സിലടക്കം 4 വീലുകളും ഊരിത്തെറിച്ച് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഒരു കാർ ഇടിച്ചപ്പോൾ KSRTC ബസിന്റെ ആക്സിലടക്കം ഊരിത്തെറിച്ച് പോയെന്ന ചോദ്യമാണ് എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലും നാട്ടുകാരും അടക്കം ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ KSRTC നടത്തുന്നുണ്ട്. ഈ അപകടത്തിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിക്ക് സാരമായ പരിക്ക് മാത്രമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിൽ അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുകയും ചെയ്തു. വാഹനം മറിയാതിരുന്നതും വലിയ ഭാഗ്യത്തിന് തന്നെ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും അപകടത്തെക്കുറിച്ച് കൃത്യമായ പരിശോധന ഇപ്പോൾ KSRTC നടത്തും. അരുൺരാജ്, ഈ ബസ്സിലുണ്ടായിരുന്ന ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ അരുൺരാജ്? റിജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും ഇപ്പോൾ നിലവിൽ പരിക്കില്ല എന്നുള്ളതാണ് KSRTC ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം 5-ലധികം യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്കാർക്കും മറ്റു പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാർ ഓടിച്ചിരുന്ന വ്യക്തിയുടെ ചെവിക്ക് മാത്രമാണ് പരിക്കേറ്റത്. അയാളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റിജിത്ത്, ശരി, ഇപ്പോഴാ ബസ്സിന്റെ കണ്ടക്ടറുടെ പ്രതികരണം കൂടി ലഭ്യമാവുന്നു. അതിലേക്ക് പോയപ്പോഴത്തേക്ക് വളരെ എത്തിയപ്പോഴത്തേക്ക് ഒരു സ്കോർപ്പിയോ നല്ല അമിത വേഗത്തിൽ വരുമായിരുന്നു. അമിത വേഗത്തിൽ വന്ന് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ വണ്ടി വരുന്നുണ്ട്, ഈ വണ്ടി വന്ന് ഇങ്ങനെ കയറുന്നുണ്ട്. പുള്ളിക്കാരൻ പെട്ടെന്ന് ഫ്രണ്ടൊന്ന് ഒതുക്കി, കാരണം ഫ്രണ്ടിൽ ഇടിക്കാതിരിക്കാണ്ട് ഫ്രണ്ട് ഒതുക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ, എനിക്ക് തോന്നുന്നു സ്കോർപ്പിയോക്കാരൻ ബ്രേക്കാണ്ട് ചവിട്ടിയപ്പോഴത്തേക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. നല്ല സ്പീഡിൽ കൊണ്ടൊന്ന് പള്ളക്കൊണ്ട് ഇടിച്ച് ആ ബാക്കിൽ ടയറും എല്ലാം കൂടെ ഉരുത്തെറിച്ച്, എന്നിട്ട് വണ്ടി അങ്ങ് ബാക്ക് പോയിട്ടാണ് വണ്ടി തിരിഞ്ഞത്. വണ്ടി റോങ് സ്ഥലത്ത് ഇപ്പൊ കണ്ടാൽ അറിയാം, വണ്ടി അവിടെ പോയി തിരിഞ്ഞങ്ങ് വീണു. പിന്നെ ആർക്കും യാത്രക്കാർ 2-3 പേരെ ഉള്ളായിരുന്നു. അവർക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല, നമുക്കും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈയൊക്കെ ചെറുതായിട്ട് ഇടിച്ചെങ്കിലും വലിയ കുഴപ്പം.